ഈ PV അൻവർ അദ്ദേഹം ഇനിയൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി കളത്തിലേക്ക് ഇറങ്ങുകയാണ്. പക്ഷെ അദ്ദേഹം ഇപ്പോഴും ഏറ്റവും ഒടുവിലായും പറയുന്ന ഒരു കാര്യമുണ്ട്, ചിഹ്നത്തിലും ഒന്നുമല്ല പ്രശ്നം, താൻ ഉന്നയിക്കുന്ന വിഷയം എന്തോ അതാണ്. അത് അദ്ദേഹം പറയുന്നത് ഇപ്പോഴും പിണറായി സത്തിനെതിരായ പോരാട്ടം ആണ് എന്നുള്ളതാണ്. നിങ്ങളും ഈ സർക്കാരിൻ്റെ ഭരണവിരുദ്ധ വികാരം ചൂണ്ടിക്കാട്ടി തന്നെയാണ് പ്രചാരണ രംഗത്തുള്ളത്. അങ്ങനെയെങ്കിൽ ഒരുമിച്ച് പോയിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ലത് ആകുമായിരുന്നില്ലേ എന്ന ചോദ്യം അവിടെ പ്രസക്തമല്ലേ? ഭരണവിരുദ്ധ വികാരം എന്നുള്ളത് സ്പ്ലിറ്റ് ചെയ്തു പോവുക എന്ന് പറയുമ്പോൾ അതാർക്കാണ് ഗുണം ചെയ്യുക? ശ്രീ അനൂപ്, ആ വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്യുക. അത്തരം ഒരു ആശങ്കയുമില്ല. ഞങ്ങളുടെ നിലപാട് നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഞങ്ങളുടെ ഇലക്ഷൻ കൺവെൻഷനിൽ സംഘടനാ ചുമതലയുള്ള സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ അസന്നിഗ്ധമായി അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്ത വിധം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വന്ന് പ്രസംഗിച്ചിട്ട് പോയി, ഇവിടെ വാര്യംകുന്നനെ ചതിച്ച നാടാണ്, ചതിക്കിച്ച ആളുകൾ ഇവിടെ ഉണ്ട് എന്ന്. ഇവിടെ ഏറ്റവും വലിയ മലപ്പുറം ജില്ല, വാര്യംകുന്നൻ പ്രവർത്തിച്ചിരുന്ന ഭൂപ്രദേശം ഉൾപ്പെടുന്ന മലപ്പുറം ജില്ലയെ നിരന്തരം ചതിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി വിജയന എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ചതി പ്രയോഗം എന്ന് പറയുന്നത് അവിടെ ഒതുങ്ങി നിൽക്കുന്നില്ല. തൃശൂർ പൂരത്തിനടക്കം സംഘപരിവാറിന് വേണ്ടി ഒരു ഉപകരണമായി ഈ സർക്കാർ പ്രവർത്തിച്ചു എന്ന ആരോപണം ഉന്നയിച്ചത് ഞങ്ങൾ ആരുമല്ല, അതുമായി ബന്ധപ്പെട്ട ആളുകൾ. VS സുനിൽകുമാർ എന്ന് പറയുന്ന മുൻ മന്ത്രിയായിരുന്ന CPIയുടെ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ ഉന്നയിച്ച ആരോപണങ്ങൾ ഇപ്പോഴും പബ്ലിക് ഡൊമൈനിലുണ്ട്. മലപ്പുറം ജില്ലയെ സംബന്ധിച്ച് നമുക്കറിയാം, മലപ്പുറം ജില്ലയിൽ ക്രൈം റേറ്റ് വർദ്ധിപ്പിക്കാൻ, ഇവിടെ കൂടുതൽ ക്രിമിനൽ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്ന് സ്ഥാപിച്ചെടുക്കാൻ സംഘടിതമായി ഇവിടുത്തെ പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന ആഭ്യന്തര വകുപ്പ് പ്രവർത്തിച്ചു എന്നതിനെ കുറിച്ച് നിരവധിയായ ആക്ഷേപങ്ങൾ ഉയർന്നിട്ടുണ്ട്. ആ ആക്ഷേപങ്ങൾ കഴിഞ്ഞ 9 വർഷമായി അന്തരീക്ഷത്തിലുണ്ട്. പ്രതിപക്ഷം എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ പിണറായി വിജയന്റെ ഏറ്റവും വിശ്വസ്തനായ ഭരണകക്ഷി MLAക്ക് തന്നെ ആ ആരോപണം ഉന്നയിക്കേണ്ടി വന്നു. അദ്ദേഹം ഭരണമുന്നണിയുടെ ഭാഗമായി ഉന്നയിക്കുകയും പക്ഷെ അദ്ദേഹത്തിന് അവിടെ നിന്ന് ഇറങ്ങേണ്ടി വരികയും ചെയ്തു. ഞങ്ങൾ വളരെ കൃത്യമായി, ഞങ്ങളിത് ഏതെങ്കിലും വ്യക്തി ഉന്നയിച്ച ആരോപണമല്ല, ഒരു മുന്നണി എന്നുള്ള നിലയിൽ, ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ നിരന്തരമായി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ അതാണ് ഞാനും ചോദിക്കുന്നത് ശ്രീ VR അനൂപ്. ആ കാര്യങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന, ഒരുപക്ഷെ നിങ്ങളിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാന വിഷയമായി ഉന്നയിക്കുന്ന ഒരു കാര്യം ആദ്യം പറഞ്ഞുകൊണ്ട് MLA സ്ഥാനത്ത് നിന്ന് രാജിവെച്ച് പുറത്തേക്ക് ഇറങ്ങി വരുന്ന ഒരു വ്യക്തി, അദ്ദേഹമാണല്ലോ ആ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചു കൊണ്ടിരുന്നത് കഴിഞ്ഞ 9 വർഷമായി. അങ്ങനെ ഒരു വ്യക്തിയെ കൂടെ കൂട്ടുക എന്ന് പറയുമ്പോൾ അതിന്റെ നേട്ടം ആർക്കുണ്ടാകുമായിരുന്നു? നോക്കൂ, ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളെ സംബന്ധിച്ച് ജനങ്ങളാണ് സംഭവം. ഇവിടെ സ്വരാജ് സംഭവമാണെന്ന് പറയുന്ന കുറെ ആളുകളെ കണ്ടു. ഞങ്ങൾ അതിനെ വകവെക്കുന്നില്ലെന്നേ. ഇവിടെ സ്വരാജിനെ ഏറ്റവും വലിയ ഫാസിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ പ്രതീകമായി അവതരിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം പാലസ്തീനെ കുറിച്ച് പറയുന്നു എന്ന് പറഞ്ഞു. പാലസ്തീനെ കുറിച്ച് പറയുന്ന ഏക വ്യക്തി എന്ന് പറയുന്നത് സ്വരാജാണോ? ഇവിടെ ആര്യാടൻ ഷൗക്കത്ത് പാലസ്തീൻ വിരുദ്ധ റാലി നടത്തിയിട്ടുള്ള ആളാ. പാലസ്തീനെ കുറിച്ച് ഏറ്റവും ആധികാരികമായി പറയാൻ കഴിയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ലേ? ഇന്ദിരാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെയും ശവ സംസ്കാര ശുശ്രൂഷ വേളയിൽ അതിവൈകാരികമായി കോൺഗ്രസിന് പാലസ്തീൻ വിഷയത്തെ കുറിച്ചൊന്നും ആരും പഠിപ്പിക്കണ്ട. കോൺഗ്രസ് കേരളത്തിൽ റാലി നടത്തിയിട്ടില്ലേ? അപ്പോൾ ഇവിടെ പാലസ്തീൻ വിഷയത്തിൽ സ്വരാജ് പ്രതികരിച്ചെങ്കിൽ നല്ലത്. പക്ഷേ അതിന്റെ പേരിൽ ഞങ്ങളോട് പാലസ്തീൻ സമീപനത്തെ കുറിച്ചൊന്നും ആരും സ്റ്റഡി ക്ലാസ് നടത്തണ്ട. ഞങ്ങൾ കൃത്യമായി പാലസ്തീൻ അനുകൂല സമീപനം ഗാന്ധിജിയുടെ തലമുറകളായി എടുക്കുന്ന രാഷ്ട്രീയ നിലപാട് അല്ല. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് മറുപടി നിങ്ങൾ പ്രതീക്ഷിക്കണ്ട. ഞാൻ ചോദിച്ച ചോദ്യത്തിന് എന്തുകൊണ്ടാണ് മറുപടി പ്രതീക്ഷിക്കേണ്ട എന്ന് പറയുന്നത്? ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ പിണറായി വിജയനെതിരെയും ഈ സർക്കാരിന്റെ ഭരണവിരുദ്ധ വികാരമാണ് നിങ്ങൾ വോട്ടാക്കി മാറ്റാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞുകൊണ്ട് ആദ്യം രംഗത്തേക്ക് ഇറങ്ങിയ ഒരാൾ, ആ ആളെ കൂടെ കൂട്ടുമായിരുന്നു നിങ്ങൾ എങ്കിൽ ആ നേട്ടം ആർക്കുണ്ടാകുമായിരുന്നു? ഇപ്പോൾ അത് സ്പ്ലിറ്റായി പോവുകയല്ലേ ആ വോട്ടുകൾ എന്നതാണ് ഞാൻ ചോദിച്ചത്. വളരെ സിമ്പിളായ ഒരു ചോദ്യമാണ്. ഞങ്ങൾക്ക് ഇപ്പോഴും ഉണ്ടാകുന്ന നേട്ടത്തിൽ ഒരു സംശയമില്ലാന്നേ ഞങ്ങൾ നേരത്തെ പറഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ച് വ്യക്തികളല്ല സംഭവം, ജനങ്ങളാണ് സംഭവം. ജനങ്ങളെ വിശ്വസിച്ചുകൊണ്ട്, ജനങ്ങളിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട്, ജനങ്ങളെ സമീപിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അതിനകത്ത് നിങ്ങൾ വോട്ട് ഞങ്ങൾക്ക് ഇനിയും കൂടുന്നേ. നിങ്ങൾക്ക് വോട്ടെടുപ്പ് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാം ജനങ്ങളുടെ വിശ്വാസ്യത. ജനങ്ങളെ സംബന്ധിച്ച് കേരളത്തിലെ ജനങ്ങൾ എന്ന് പറയുന്നത് അവർ കൃത്യമായ രാഷ്ട്രീയ ബോധ്യമുള്ള ആളുകളാണ്. വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങൾക്കപ്പുറത്ത്
ഫാൻസ് അസോസിയേഷനുകൾക്ക് അപ്പുറത്ത് രാഷ്ട്രീയം നോക്കി വോട്ട് ചെയ്യുന്ന ആളുകളാ. അവർക്കറിയാം LDFനെ, പിണറായി വിജയൻ നയിക്കുന്ന സംഘപരിവാർ അനുകൂല സർക്കാരിനെ തോൽപ്പിക്കാൻ കഴിയുന്ന മുന്നണി രാഷ്ട്രീയ പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണെന്നുള്ള കാര്യത്തിൽ കേരളത്തിലെ ജനങ്ങൾക്ക്, നിലമ്പൂരിലെ ജനങ്ങൾക്ക് സംശയമില്ല. അത് ബോധ്യപ്പെട്ടു എന്നാണ് ഇപ്പോൾ നിലമ്പൂരിലുള്ള ഗ്രൗണ്ടിലുള്ള ആളുകൾക്ക്, നിങ്ങളുടെ മാധ്യമ പ്രവർത്തകർക്ക് പോലും മനസ്സിലാക്കാൻ കഴിയുന്ന യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഞാൻ ഒരിക്കൽ കൂടി പറയട്ടെ, ഇവിടെ സ്വരാജ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയെ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിന്റെ ഐക്കണായി അവതരിപ്പിക്കുകയും അതേസമയം മലപ്പുറം ജില്ലയിലും തൃപ്പൂണിത്തുറയിൽ നടക്കുന്ന സംഘപരിവാർ അനുകൂല പ്രവർത്തനങ്ങൾക്കെതിരെ ഒരക്ഷരം മിണ്ടാതിരിക്കുകയും ചെയ്യുന്ന വൈരുദ്ധ്യം, അദ്ദേഹത്തിന്റെ ഇരട്ടത്താപ്പ്, കഴിഞ്ഞൊരു ചാനൽ, നിങ്ങളുടെ ചാനലല്ല, അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്യുക, എന്നിട്ട് പറയുക അദ്ദേഹം വലിയ വായനാ മുറിയുള്ള ആളാണ്, അദ്ദേഹത്തിന്റെ മുറിയിൽ വലിയ പുസ്തകങ്ങളുണ്ട്. അതൊക്കെയാണ് ഇവിടെ ചർച്ച. മാധ്യമ പ്രവർത്തകരടക്കം ഗാലറിയിൽ ഇരുന്ന് സ്വരാജിന് വേണ്ടി ചാടി കൈയടിച്ചുകൊണ്ടിരിക്കുക. എന്താ സ്വരാജിന്റെ എത്ര വലിയ പ്രത്യേകത? സ്വരാജ് പുസ്തകം വായിക്കുന്നു. താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ജനമാണ് ഇവിടെ വിധി എഴുതാൻ പോകുന്നത് എന്നുള്ളതാണ്. അതൊക്കെ ഒരുപക്ഷെ നിങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് ഉന്നയിക്കാൻ പോകുന്ന വിഷയങ്ങൾ തന്നെയാകും. പക്ഷെ ഞാൻ ചോദിച്ച ചോദ്യം, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഉന്നയിക്കുന്ന ഒരാൾ മറുവശത്ത് നിന്നുകൊണ്ട് ഒരു പോരാട്ടം നയിക്കുമ്പോൾ അദ്ദേഹത്തെ കൂടെ കൂട്ടിയിരുന്നെങ്കിൽ നേട്ടം ആർക്കുണ്ടാകുമായിരുന്നു? ഇപ്പോൾ കൂടെ കൂട്ടാതെ പോകുമ്പോൾ അതിന് കോട്ടം നിങ്ങൾക്ക് സംഭവിക്കുമോ എന്ന ചോദ്യമാണ് ഞാൻ താങ്കളോട് ചോദിച്ചത്.